മോൾ ഇവിടെ എന്തെടുക്കുന്നു? അച്ഛാ, ചേച്ചിയെ കണ്ടില്ല. വരൂ. അനിതേ, അനിതേ. അനിതേ, അനിതേ. എവിടെ മോളെ? മോളെ ഉഷേ, ഉഷേ. അയ്യോ മോളെ, മോളെ. അയ്യോ. ഭയപ്പെടാനൊന്നുമില്ല. ഒരു ദിവസം കൂടി ഇവിടെ കിടക്കട്ടെ. ഉഷയോട് എനിക്ക് ചിലതൊക്കെ സംസാരിക്കണമെന്നുണ്ട്. എനിക്ക് എന്റെ കുട്ടികളാണ് വലുത്, എല്ലാ അച്ഛനമ്മമാരെയും പോലെ. ഒരു പക്ഷേ ഉഷയ്ക്ക് ഇപ്പൊ അത് മനസ്സിലായിന്ന് വരില്ല. എന്താ കഴിഞ്ഞ ദിവസത്തെ സംഭവത്തിൽ ഉഷയ്ക്കൊന്നും പറയാനില്ലേ? ഞാൻ എന്തു പറയാനാണ്? അപ്പൊ എന്റെ കുട്ടികളുടെ കാര്യത്തിൽ ഉഷയ്ക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലെന്നാണോ? ഈ വീട്ടിൽ ആർക്കും ആരോടും ഉത്തരവാദിത്വം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പോയിക്കോളൂ, നിന്നോട് സംസാരിക്കുന്നുണ്ട് ഒരു പ്രയോജനവുമില്ല. എന്താ ഞാൻ മൃഗമോറ്റാണോ? അല്ല, നീ അതിനെക്കാട്ടി മോശമാണ്. തീ ഇല്ലാതെ പുക ഉണ്ടാകുമോ മോളെ? കുട്ടികൾ കള്ളം പറയുമോ? അച്ഛനും അവരുടെ ഭാഗം പിടിക്കുകയാണോ? അല്ലെങ്കിലും ഞാൻ എപ്പോഴും അന്യല്ലേ. ഞാൻ ആരുടെ ഭാഗവും പിടിച്ചില്ലല്ലോ. പക്ഷെ ഒന്ന് ഞാൻ പറയാം, കുട്ടികളെ വെറുതെ നോവിക്കരുത്. അച്ഛനും അതന്നെയാണോ പറയുന്നത്? ഇത് കാണാനും കേൾക്കാനും അല്ല ഞാനിവിടെ വന്നത്. എല്ലാവരും കൂടി എന്റെ ജീവിതം പാഴാക്കി. നീയും കടങ്കഥ പറയുകയാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നിനക്ക് യാതൊരു ശ്രദ്ധയുമില്ലെന്നാണ് പ്രഭാകരൻ എന്നോട് പറഞ്ഞത്. കള്ളം, പച്ച കള്ളം. അച്ഛനിപ്പോ പോവാണോ? പിന്നല്ലാതെ ഈ ചെകുത്താൻകാരെ വീട്ടിൽ ഞാൻ കയറി താമസിക്കണമെന്ന്? ചെകുത്താനെന്ന് വിളിച്ചത് എന്നെ ആയിരിക്കുമല്ലേ? നീ ചെകുത്താനാണെങ്കിൽ നിന്നെ തന്നെ. രാഘവനാരുടെ മുന്നിൽ നട്ടല് നിമിർന്നു നിന്ന് ഇതുവരെ ആരും തോന്നിവാസം പറഞ്ഞിട്ടില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ കുട്ടികളുടെ കണ്ണുനീര് ഇവിടേറ്റ് വീണാൽ, അവർ ആത്മാവെന്നൊന്ന് ശപിച്ചാൽ ഇവിടം മുടിയും, ഈ കുടുംബം തകരും.